നമസ്കാരം. സിറിയയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാനെന്ന പേരിൽ തങ്ങളുടെ സൈനിക ബലം വർദ്ധിപ്പിച്ച് അമേരിക്കയുടെ കരുനീക്കം. രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ISISനെ തുരത്താനെന്ന വ്യാജേന കൂടുതൽ സൈനികരെയാണ് രാജ്യത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നതും. ഏകദേശം 2000 അമേരിക്കൻ സൈനികരെയാണ് സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് പെന്റഗൺ വക്താവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. വർഷങ്ങളായി രാജ്യത്ത് 900 സൈനികരെയാണ് വിന്യസിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ബാഷർ അസദിന്റെ ഭരണത്തെ അട്ടിമറിച്ചതിനു ശേഷം സൈനികരുടെ എണ്ണം 2000 ആക്കി ഉയർത്തിയെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ അറിയിച്ചു. എന്നാൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നിൽ സമീപകാല സംഭവങ്ങളുമായി ബന്ധമില്ലെന്നും ഈ നീക്കം ISISനെ തുരത്താൻ മാത്രമാണെന്നും പെന്റഗൺ വക്താവ് പറയുന്നു. സിറിയയിൽ ISIS പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നതുവരെ വളരെ സങ്കീർണമാണ്. ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്ക സ്ഥിരമായി തങ്ങളുടെ സൈനിക സന്നാഹത്തെ സിറിയയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് സിറിയയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് സ്ഥിരീകരണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. 2014 മുതൽ തന്നെ അമേരിക്കൻ സൈന്യം സിറിയയിൽ സജീവമാണ്. തീവ്രവാദികളെ വേരോടെ പിഴുതുകളയുക എന്ന ഉദ്ദേശത്തോടെയാണ് അമേരിക്ക തങ്ങളുടെ സൈനികരെ സിറിയയിൽ നിലനിർത്തിയിരിക്കുന്നത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിലുള്ള ഭരണകൂടം സിറിയയിൽ നിന്ന് തീവ്രവാദികളെ തുരത്താൻ വ്യാപക വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെ 2019 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ സിറിയയിൽ നിന്ന് എല്ലാ അമേരിക്കൻ സൈനികരോടും പിൻവാങ്ങാൻ ആവശ്യപ്പെടുകയും 900 സൈനികരെ മാത്രം നിലനിർത്തുകയും ചെയ്തു. ഈ സൈനികരെ അമേരിക്ക സിറിയയിലെ പല ഭാഗങ്ങളിലായി നിലനിർത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക 1100 അധിക സൈനികരെ കൂടുതലായി വിന്യസിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സിറിയ ഉൾപ്പെടെയുള്ള മധ്യേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ സേനാ വിന്യാസത്തെ റഷ്യ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത്. റഷ്യയ്ക്ക് സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലും സിറിയയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും എംബസിയുണ്ട്. മാത്രമല്ല റഷ്യയുടെ കരിങ്കടൽ കപ്പലുകളുടെ ഏക മെഡിറ്ററേനിയൻ നാവിക താവളം സിറിയൻ തുറമുഖ നഗരമായ ടാർട്ടസിലാണ് സ്ഥിതി ചെയ്യുന്നതും. ഇക്കാരണത്താൽ ISISനെ തുരത്താനെന്ന പേരിൽ സിറിയയിൽ അമേരിക്ക സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് വളരെ സംശയത്തോടെയാണ് റഷ്യ നോക്കിക്കാണുന്നത്. 2017 റഷ്യയും സിറിയയും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ടാർട്ടസ് നാവിക താവളവും ഹെയിം വ്യോമതാവളവും 49 വർഷത്തെ പാട്ടത്തിനാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. സിറിയയിലെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഡെമസ്കസിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന വിവരം. സിറിയയുടെ പുതിയ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ഹുസൈൻ അൽ ഷാറയെ പിടികൂടുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം നൽകുമെന്ന വാഗ്ദാനം അമേരിക്ക പിൻവലിച്ച സംഭവം കൂടിയായതോടെ റഷ്യയ്ക്ക് കൂടുതൽ സംശയത്തിനിട നൽകുന്നുണ്ട്. കാരണം അൽ ഖ്വയ്ദയുടെ പോഷക സംഘടനയായ HTS എന്ന വിമത സംഘടനയുടെ തണലിലാണ് ഇപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ അമേരിക്ക ഈ സംഘടനയെ ഭീകരവാദ സംഘടനയെന്ന മുദ്ര കുത്തുകയും സംഘടനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഘടനയെ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് ബൈഡൻ ഭരണകൂടം ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിറിയയിലെ അമേരിക്കയുടെ ഈ ചെയ്തികളെയെല്ലാം റഷ്യ സംശയത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ യുക്രൈനെതിരെയുള്ള സംഘർഷത്തിൽ റഷ്യയുടെ തന്ത്രപരമായ മേൽക്കോയ്മ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വൻ തിരിച്ചടി തന്നെയാണ്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും സഹായത്തോടെയുള്ള യുക്രൈന്റെ നിലനിൽപ്പ് അതിശക്തമാണെങ്കിലും റഷ്യയുടെ മുന്നിൽ അതൊന്നുമല്ല. ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാണ്. റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഭീതിയുള്ള അമേരിക്ക ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന്റെ മറപിടിച്ചാണ് റഷ്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. ഈ ഒരു അടവാണ് അമേരിക്ക ഇപ്പോൾ സിറിയയിലും എടുക്കുന്നത്. എന്നാൽ റഷ്യയുടെ ശക്തി പ്രഭാവത്തിന് മുന്നിൽ ഇവിടെയും അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ് ഫലം. നന്ദി.